ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗും നമ്മൾ പൊതുവേ ഇടാറുള്ള പോലെ തന്നെ ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ കാണിക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഞാൻ പുതിയ ഒരു ഹോബി ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടി സംസാരിക്കാമെന്ന് വിചാരിച്ച് ഇന്നത്തെ വ്ളോഗിൽ. ആ ഒരു ഹോബി വേറൊന്നുമല്ല, മുമ്പൊക്കെ ഞാൻ വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഗാർഡനിങ് ആണ് കേട്ടോ. എൻ്റെ പണ്ടത്തെ വ്ളോഗൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, നിങ്ങളിൽ പലരും എൻ്റെ അടുത്ത് എൻ്റെ ഗാർഡൻ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോസ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ചെടികളുണ്ടായിരുന്നു. അതിനുശേഷം കല്യാണശേഷം ഞാൻ ഇങ്ങോട്ട് പോന്നപ്പോൾ അവിടുത്തെ ചെടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. പിന്നെ ഇവിടെ വന്നിട്ടും ഞാൻ അങ്ങനെ ഗാർഡനിങ്ങിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്, എന്നുവെച്ചാൽ ഒരു വെൽ ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിലൊന്നും അല്ലെങ്കിലും അമ്മ ചെടികളൊക്കെ വെക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിലൊട്ടും ഇൻവോൾവഡ് ആയിരുന്നില്ല. കാരണം എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, അല്ലാതെ തന്നെ കുറേ പണികളുണ്ട്. ഇപ്പോൾ എൻട്രിയുടെ ക്ലാസ് ആണെങ്കിലും യൂട്യൂബ് ചാനലാണെങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നോക്കുമ്പോൾ ഗാർഡനിങ് ഞാനിങ്ങനെ ഒന്ന് പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചൊരു കാര്യമായിരുന്നു. പിന്നെ മുറ്റത്തിറങ്ങി അങ്ങനെ അതിന് വേണ്ടിയിട്ട് കുറേ ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് പ്രഗ്നൻ്റായി, പിന്നെ വാവയുടെ കാര്യങ്ങൾ, അതിനോടൊപ്പം നമ്മുടെ ജോലി എല്ലാം കൂടെ കൊണ്ടുപോകുമ്പം നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതെപ്പോഴും മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് ഒറ്റയടിക്ക് കുറേ ചെടികൾ എവിടെയെങ്കിലും നഴ്സറിയിൽ പോയി വാങ്ങിക്കൊണ്ട് വെക്കുക എന്നല്ല, വളരെ പതുക്കെ ചെറിയതായിട്ട് ഇതൊന്ന് ആരംഭിക്കണം എന്നുള്ളത്. പിന്നെ ഞാനിങ്ങനെ ഗാർഡനിങ്ങിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാത്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും ഇങ്ങനെ നമ്മൾ ഒരു സ്ഥലത്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ലല്ലോ. എൻ്റെ വ്ളോഗൊക്കെ കാണുന്നവർക്കറിയാം, കുറച്ച് ദിവസം വീട്ടിൽ നിൽക്കും, പിന്നെ ഏട്ടൻ്റെ വീട്ടിൽ വരും, അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു 2 weeks ആയിട്ട് ഇവിടെ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ എന്നാലും ഇപ്പോൾ ഇവിടുന്ന് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കാൻ അത് വേറെ വലിയ പണികളൊന്നും ഇല്ലല്ലോ ചെടി വെച്ചാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം ഈ ഒരു സിറ്റ് ഔട്ട്, ഇത് പൊക്കത്തെ നമ്മുടെ സിറ്റ് ഔട്ടാണ്, ഇവിടെ കുറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ടൈപ്പ് പ്ലാന്റ്സ് അല്ലാത്ത കുറച്ച് പ്ലാന്റ്സ് പ്ലാന്റ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ അവിടെ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു മണി പ്ലാന്റിൻ്റെ ഒരു ചെടിച്ചട്ടിയിൽ കണ്ടോ മണി പ്ലാന്റ് ഇങ്ങനെ നിൽക്കുന്നത്, അത് ആക്ച്വലി ഏട്ടൻ ഉണ്ടാക്കിയൊരു സാധനമാണ്. ഈ ചെടിച്ചട്ടിക്കകത്ത് ഇങ്ങനെ പൈപ്പ് ഇറക്കിയിട്ട് ആ പൈപ്പിൽ നമ്മുടെ കയറ് ചുറ്റിയിട്ട് ആ കയറയിലാണ് ഈ മണി പ്ലാന്റ് കയറ്റി വിട്ടിരിക്കുന്നത്. അത് നല്ല രസമാണ് കേട്ടോ. അതിപ്പോൾ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത് എന്തോ ചെയ്തതാണ്. ഇപ്പം നല്ലോണം അത് വളർന്ന് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതിനി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തുകൂടെ അറിയിക്കണം കേട്ടോ. അങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ ഇൻട്രസ്റ്റഡ് ആണോ എന്നുള്ളത്. ഞാൻ വിചാരിച്ചു ഏതെങ്കിലും വ്ളോഗിലൊന്ന് ചെയ്ത് കാണിക്കുക എന്നുള്ളത്. ഇന്ന് വൈകുന്നേരത്തെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് തലയിൽ താളി ഇടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറേ നാളായി താളി യൂസ് ചെയ്തിട്ട്. മുമ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ടായിരുന്നു. പൊതുവേ ഞാൻ ഹെയർ ഓയിൽ ചെയ്യുന്നത്, അതായത് ഡീപ്പായിട്ടുള്ള ഓയിലിങ് ചെയ്യുന്നത് ഒരു 2 days കൂടുമ്പോഴാണ്. അല്ലാതെ നമ്മൾ എന്നും തല നനയ്ക്കുമ്പോൾ ഒരുപാട് ഓയിൽ തേക്കാറില്ല. 2 ദിവസം കൂടുമ്പോഴായിരിക്കും നല്ലോണം ഓയിൽ തേച്ച് മസാജ് ചെയ്ത് ഇതേപോലെ താളിയോ അല്ലെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പുവോ യൂസ് ചെയ്ത് കഴുകിക്കളയുന്നത്. അപ്പോൾ കുറേ നാളായിട്ടും നമുക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിലൊക്കെ ഞാൻ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു താളി ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പരിപാടിയിലാണ് കേട്ടോ. പിന്നെ ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ഒരു അൺബോക്സിങ്ങും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് ഓൾറെഡി ഇന്ന് അൺബോക്സ് ചെയ്തതല്ല കേട്ടോ, കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ട് അൺബോക്സ് ചെയ്തതാണ്. പക്ഷേ ഇതിനെപ്പറ്റി ഒന്ന് പറയണമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ റിട്ടേൺ അയക്കുമായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് എന്തായാലും വീഡിയോയിൽ കാണിച്ച് പറഞ്ഞിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. അതായത് ഇതൊരു ടേബിൾ ലാമ്പാണ് കേട്ടോ. ഞാൻ മുമ്പ് ഏതോ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ടേബിൾ ലാമ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പം വാവ റൂമിൽ കിടന്നുറങ്ങുവാണെങ്കിലും ഒക്കെ നമുക്ക് ലൈറ്റൊക്കെ ഓഫാക്കിയാലും ഈ ഒരു ടേബിൾ ലാമ്പ് ഉണ്ടെങ്കിൽ പഠിക്കാൻ യൂസ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ ശരിക്കും ഇതൊന്നിനും കൊള്ളില്ല കേട്ടോ. ഇത് വന്നിട്ട് ഒട്ടും ലൈറ്റ് ഇങ്ങനെ, ഒന്നാമത്തെ കാര്യം ഇത് വന്ന ആ ഒരു ഇതിൻ്റെ ഒരു ബോക്സ് തന്നെ ആകെ മൊത്തം പോയി, ആരോ ഒന്ന് യൂസ് ചെയ്ത പോലെയൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ എന്തോ ഇരിക്കുന്ന ഒരു ബോക്സ് പോലെയാണ്. അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഒരു 10 minutes പോലും ആ ഒരു ലൈറ്റ്
കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എനിക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ എപ്പോഴും ഞാൻ ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റുകളാണ് നമ്മുടെ വീഡിയോയിൽ കാണിക്കാറുള്ളത്. പക്ഷേ എന്നാൽ ഈ ഒരു പ്രോഡക്റ്റിനെ ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണ്, ഇതിലും നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങുക. ഇത് ഓൾമോസ്റ്റ് ആളുകളൊക്കെ ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിൻ്റെ ഇപ്പോൾ ലൈറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നാലും നമുക്ക് അത്രയ്ക്കൊരു ലൈറ്റ് കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് ബുക്കും ഒക്കെ വെക്കുന്ന സമയത്ത് ടേബിളിലേക്ക് നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് കിട്ടുന്നില്ല. അങ്ങനെ ഞാനിത് റിട്ടേൺ കൊടുത്തു. പിന്നെ പുതിയതൊരെണ്ണം ഓർഡർ ചെയ്യാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഓർഡർ ചെയ്തില്ല കേട്ടോ. പിന്നീട് ആലോചിച്ച് നോക്കിയപ്പം ഇപ്പോൾ ടേബിൾ ലാമ്പ് അത്ര ഒരു അത്യാവശ്യമുള്ള ഇതല്ല എന്നെനിക്ക് തോന്നി. കാരണം ഇപ്പോൾ പഠനം തന്നെ വലിയ കാര്യമായിട്ട് നടക്കാറില്ല. അപ്പോൾ പിന്നെ ഇപ്പം എന്തായാലും അത്യാവശ്യമില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ടേബിൾ ലാമ്പിന് 200 സംതിങ് അത്രയായിട്ടോ റേറ്റും ഉള്ളൂ. അപ്പോൾ എന്തായാലും അതെനിക്ക് പൈസയൊക്കെ റീഫണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അതേപോലെ വാഷിംഗ് മെഷീനിൽ കുറച്ച് ഡ്രസ്സ് അലക്കാനും ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി എനിക്ക് എൻട്രിയുടെ നോട്ട് ഉണ്ടാക്കാനുണ്ട്, എൻട്രിയുടെ ഒരു ക്ലാസ് എടുക്കാനുണ്ട്, പിന്നെ നാളെ കോളേജിലേക്കുള്ളത് പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ പ്രയോറിറ്റിയിലുള്ളത്. സാധാരണ ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഈ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ പിന്നെ പഠിക്കാനുള്ള ഒരു എനർജി ഇല്ല കേട്ടോ. പിന്നെ വാവ കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. വാവനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വൈകുന്നേരം എപ്പോഴും അവനൊരു 5:30 ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഫുഡൊക്കെ കൊടുത്തിട്ട് മേലൊക്കെ കഴിപ്പിച്ചിട്ട് അവനെ ഉറക്കും. അങ്ങനെ ഒരു 8-8:30 വരെ അവൻ ഉറങ്ങിക്കോളും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഇരുന്നത് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുവാണ്. ഇനി ഈ നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ് എടുക്കണം, ദെൻ ഫുഡ് കഴിക്കണം, അതിനുശേഷം വന്ന് കോളേജിൽ പ്രിപ്പയർ ചെയ്യണം. ഇതാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്ന എൻ്റെ മാത്രമല്ല കേട്ടോ, വാവയ്ക്കും ആ സമയത്താണ് ഫുഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 1-1.5 മണിക്കൂർ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു നൈറ്റിലെ പരിപാടികളെന്ന് പറയുന്നത്. പിന്നെ അതിന് ശേഷം മറ്റേ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ എപ്പോഴും ഞാൻ അതിൻ്റെ വീഡിയോസ് എടുക്കാറില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ അത് വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ വെളിയിൽ ഇരുന്ന് ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ എടുക്കണം. അപ്പം പിന്നെ പലപ്പോഴും അത് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ജേർണലിംഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇന്നൊരു വ്ളോഗുള്ള ദിവസമാണല്ലേ എന്നുള്ള കാര്യമൊന്നും ഓർക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പല ക്ലിപ്സും മിസ്സായി പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എൻട്രിയുടെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ എൻട്രിയുടെ ഒരു 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സിൽ ബയോളജിയാണ് കേട്ടോ. ഒരു റിവിഷൻ ക്ലാസ് പോലെ എടുക്കേണ്ട ഒരു ക്ലാസ്സാണ്. അപ്പോൾ അത് PYQs ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റുകൾ പറഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു ക്ലാസ്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നോട്ട്സ് ഞാൻ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി എനിക്ക് സമയം കിട്ടിയതനുസരിച്ച് കോളേജിലിരുന്നപ്പോഴൊക്കെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ടെലിഗ്രാമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതുപോലെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ടെലിഗ്രാമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ടെലിഗ്രാമിലെ സേവ്ഡ് മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ടല്ലോ, ആ ഒരു ഫോൾഡറിൽ നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് അവിടെ ഇടും. ദെൻ ടെലിഗ്രാം വെബ് നമ്മുടെ ലാപ്പിലെടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ് കേട്ടോ ചെയ്യുന്നത് അതിൽ നിന്ന്. അത് ഭയങ്കര ഈസിയാണ്. എനിക്ക് തോന്നുന്നു വാട്സപ്പ് വെബ് യൂസ് ചെയ്യുന്നതിലും ഈസി അതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ആരൊക്കെയോ എന്നോട് എങ്ങനെയാണ് ക്ലാസ്സുകൾ എടുക്കാനുള്ള നോട്ട്സ് PPT പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയോ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. എന്നാലും ഇനി ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹോബിയുടെ കാര്യമാണല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. സോ ഞാൻ ഈ ഒരു ഗാർഡനിങ് എന്നുള്ള ഹോബിയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സ്ട്രെസ് റിലീഫൊക്കെ പോലെ തോന്നിയിട്ടുണ്ട്. അതായത് ആ ഒരു സ്പേസിലിരിക്കുന്ന സമയത്ത് നമുക്ക് വളരെ ഒരു എന്താ പറയുക, ഒരു പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു സ്പേസിൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വാട്സപ്പിലും ഒക്കെ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് കുറേ പേര് എനിക്ക് റിപ്ലൈ ചെയ്യുന്നു, നല്ല രസമുണ്ട് കാണാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ ഇനി കുറച്ചുകൂടെ ചെടികളൊക്കെ ഇങ്ങനെ ഒന്ന് പിടിപ്പിച്ച് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണമെന്ന്. പിന്നെ അതേപോലെ നമുക്ക് അവിടെ ചെന്നിരിക്കുമ്പോൾ ഒരു എസ്തറ്റിക് ഫീൽ, ഇപ്പോൾ നിങ്ങൾ വീഡിയോയിലാണെങ്കിൽ ആ ഒരു ഭാഗം കാണുമ്പോഴത്തേക്കും നല്ല രസമല്ലേ കണ്ടുകൊണ്ടിരിക്കാൻ. സോ എപ്പോഴും ചെടികൾ ഇങ്ങനെ വെക്കുന്നതും പ്രകൃതിയായിട്ട് കൂടുതൽ നമ്മളിങ്ങനെ എന്താ പറയുക, കുറച്ച് മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു റിലീഫ് തോന്നാറുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് നേരത്തോട്ടേ അങ്ങനെയാണ് കേട്ടോ, ഇപ്പം മാത്രമല്ല, പ്രത്യേകിച്ച് ഇങ്ങനെ എവിടെയെങ്കിലും യാത്രകളൊക്കെ പോകുന്ന സമയത്ത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വാഗമണ്ണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഇതേപോലെ നമ്മുടെ ഒരു എന്താ പറയുക, നമുക്ക് കംപ്ലീറ്റ്ലി ഉണ്ടായിരുന്ന ഒരു മൈൻഡ് സെറ്റൊക്കെ മാറും നമ്മൾ കുറച്ചുകൂടെ ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത്. ഞാൻ നേരത്തെ വീട്ടിൽ നിന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ചെടികൾ വാങ്ങുമായിരുന്നു, നല്ലോണം ചെടി നോക്കിയ ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി തിരക്കുകളൊക്കെ വന്നപ്പോഴത്തേക്കും ഞാൻ മാറ്റി വെക്കേണ്ടി
വന്ന 2 ഹോബികളുണ്ട്. അതിലൊന്നാണ് ഗാർഡനിങ്, മറ്റൊന്ന് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. നേരത്തെ ഞാൻ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. എനിക്കുള്ള ചുരിദാറുകളും ടോപ്പുകളും, ബ്ലൗസ് അറിയില്ല, സാരി ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് എനിക്കറിയില്ലായിരുന്നു. ബാക്കിയുള്ളതെല്ലാം തന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ച് എനിക്കുള്ളത് ഞാൻ തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ മുന്നോട്ട് പോയ സമയത്ത് നമുക്ക് ക്ലാസ്സാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വേറൊരു കാര്യം ഞാൻ ഇടയ്ക്ക് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാനിപ്പം സ്റ്റിച്ച് ഇരുന്നാൽ എനിക്കൊരു 1 അവറൊക്കെ, ഒരു 1.5 അവറൊക്കെ ചിലപ്പോൾ വേണ്ടി വരുമായിരിക്കും. പക്ഷേ ആ സമയം ഞാനൊരു ക്ലാസ് പ്രിപ്പയർ ചെയ്തെടുത്താൽ എനിക്കൊരു എന്താ പറയുക, സ്റ്റിച്ചിങ്ങിന് കൊടുക്കേണ്ടി വരുന്ന പൈസയുടെ ഒരു ഇരട്ടി പൈസ എനിക്ക് ആ ഒരു 1 അവറിന് പേയ്മെൻറ്റ് ഉണ്ട്. അതിലും അതായത് സ്റ്റിച്ചിങ്ങിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്നതിൻ്റെ ഒത്തിരി കൂടുതൽ പേയ്മെൻറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമുക്ക് ഇത് ചെയ്തുകൂടാ? ഇത് ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ് ചാർജ് ഒരു കുറച്ച് പൈസ, ഒരു 5,000 പോയാലും ദാറ്റ്സ് ഓക്കെ എന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. കാരണം എല്ലാം കൂടെ പണ്ടൊക്കെയാണ് ഞാൻ എല്ലാം കൂടെ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വെളിയിൽ കൊടുത്തുന്നോർത്തോ അല്ലെങ്കിൽ അതിലിപ്പോൾ ഒരു കുറച്ച് പൈസ പോകുമല്ലോ എന്നൊന്നും ഇപ്പം ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ചേച്ചി എനിക്ക് കിട്ടിയത്. ഇതിന് മുമ്പൊക്കെ ഞാൻ പലയിടത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ വിചാരിക്കും, ഇതിലും ഭേദം ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ചെയ്തു തരുന്ന ചേച്ചി നല്ലതായിട്ട് അടിപൊളിയായിട്ട് എല്ലാം തയ്ച്ച് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് തന്നെ അങ്ങ് ഫിക്സ് ചെയ്തേക്കാന്ന് വെച്ചു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, സ്റ്റിച്ചിങ് ഇപ്പോൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ എന്ത് കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമുക്കതിലൊരു പെർഫെക്ഷൻ വരും. നമ്മളെപ്പോഴും പറയില്ലേ, കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് പറയുന്ന പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്താലേ നമുക്കത് അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഇപ്പം എനിക്ക് സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു ടോപ്പ് ഷേപ്പ് ചെയ്തെടുക്കുമോ അതൊന്നുമല്ല, അല്ലാതെ ഒരു ടോപ്പൊക്കെ പുതുതായിട്ട് നമ്മൾ തയ്ക്കാനിരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി എന്താ പറയുക, കുറച്ചുകൂടെ ടൈം മുമ്പ് ചെയ്തതിനേക്കാളും വേണ്ടി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതേപോലെ എന്താ പറയുക, മൊത്തത്തിൽ എനിക്കൊരു സുഖമില്ല ഇരുന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട്. കാര്യം മോട്ടറൊക്കെ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഇരുന്ന് തയ്ക്കുന്ന സമയത്ത് നടുവേദനയാണേലും അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ബെറ്റർ അത് ആ ഒരു ഹോബി ഇങ്ങനെ ലീവ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ അത്യാവശ്യം നമുക്കൊന്ന് ഷേപ്പ് ചെയ്യാനും ഒക്കെ അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ വേണ്ടി വന്നാൽ നമുക്ക് ഒരെണ്ണം തയ്ക്കാനും കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഇപ്പം നമ്മുടെ ക്ലാസ്, അതേപോലെ നമ്മുടെ പഠനം, യൂട്യൂബ് ചാനൽ, അതൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. നമ്മളെക്കൊണ്ട് ഒത്തിരി പിടിച്ചാൽ കിട്ടാത്ത കാര്യങ്ങൾ ഒന്ന് എന്താ പറയുക മാറ്റി സൈഡിലേക്ക് വെക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം മുമ്പ് ഞാൻ ഇങ്ങനെയല്ല, എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു തലവേദനയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു കേട്ടോ. ശരിക്കും അതൊക്കെ പല പല പുസ്തകങ്ങൾ, മോട്ടിവേഷൻ ടൈപ്പ് പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങനെയുള്ള കുറേ അറിവുകൾ കിട്ടിയത്. അല്ലാതെ ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല, ആരും പറഞ്ഞു തരുമെന്നും എനിക്കറിയില്ല. ഇങ്ങനെയുള്ള നമ്മുടെ മനസ്സിൽ നടക്കുന്ന സ്ട്രഗിൾസ് അല്ലേ, അതൊക്കെ മറ്റൊരാൾക്ക് അറിയാനും പാടായിരിക്കും. അപ്പം ഞാനിങ്ങനെ വായിച്ച സമയത്ത് എനിക്ക് മനസ്സിലായതാണ് കേട്ടോ. അപ്പോൾ ദേ അങ്ങനെ ക്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്, നോട്ട് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എടുത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നാളെ കോളേജിലേക്ക് പോകാനുള്ളത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഈ ഒരു ഗാർഡനിങ്ങിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവട്ടെ എന്ന് വെച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത്. ഇനി ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ചെടികൾ ഇങ്ങനെ വെക്കാമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, എന്നാലും പതിയെ പതിയെ ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് വരിക. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും അങ്ങനെ അധികം ചെടിയൊന്നും വെക്കാറില്ലെങ്കിൽ പോലും എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ബസ്സിലോ കാറിലോ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ റോഡ് സൈഡിലുള്ള വീടുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അവിടെ നല്ല ചെടികളൊക്കെ ഉള്ള വീടുകളൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് എന്ത് രസമായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്തേക്കണേന്നൊക്കെ തോന്നാറുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയ്ക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സ്ഥിരം പറയുന്ന പോലെ തന്നെ ഞാനത് എപ്പോഴും ലാസ്റ്റ് പറയുന്നതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുതേ, ഹാർട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.